കുറച്ചുനാൾ മുമ്പാണ്. സാമ്പത്തിക പ്രയാസം കൂടി വന്നപ്പോൾ ഒരച്ഛൻ വീട്ടിലെ അവസാന തരി സ്വർണവും പണയം വെച്ചു. മകളുടെ കാലിലെ കൊലുസ്. അനഘ എന്നായിരുന്നു അവളുടെ പേര്. അച്ഛൻ അനിൽകുമാറിന് കൊലുസ് ഊരിക്കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു നടന്നപ്പോൾ അച്ഛനും കണ്ണു നിറഞ്ഞു. ക്രിസ്മസിന് അത് തിരിച്ചെടുത്തു തരാം, അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അതണിയേണ്ട കാലുകൾ ജീവനറ്റുകിടന്നു. കൊലുസുപോലെ തുള്ളിച്ചാടി നടന്ന ആ പെൺകുട്ടി മൂലമറ്റത്തെ സ്കൂൾ മുറ്റത്ത് അനേകം പൂക്കളിൽ മൂടി തണുത്തു കിടക്കുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണവുമായി മല്ലിടുന്നതിനിടെ അവളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ ചില്ലിത്തുണ്ടുകൾ പെറുക്കി 10 ലക്ഷം രൂപ സമാഹരിച്ച ഒരു നാട് മുഴുവൻ അവൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നും പറയാറുള്ളത് പോലെ പുതിയ ഉടുപ്പണിഞ്ഞ് അയാൾ നിന്നു. നിറഞ്ഞ കണ്ണുകളോടെ പോക്കറ്റിൽ നിന്ന് വിറയ്ക്കുന്ന കൈകളാൽ ആ കൊലുസ് അയാൾ എടുത്തു. മരണം മരവിപ്പിച്ച ആ കാലുകളിലേക്ക് കുനിഞ്ഞു. പതുക്കെ അനഘയുടെ കാലുകളിൽ അതണിയിച്ച ശേഷം അയാൾ നിശബ്ദം അവളെ നോക്കി.